ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സ്പാനിഷ് കരുത്തരായ റയൽ തങ്ങളുടെ ടീമിന്റെ ശക്തി വർദ്ധിപ്പിച്ചിരുന്നു. പ്രധാനമായും പ്രതിരോധ നിരയുടെ ശക്തിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഡീൻ ഹുയ്സനെ കൊണ്ടുവന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് അർണോൾഡിനെ കൊണ്ടുവന്നു. ഇപ്പോഴിതാ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് അൽവാരോ കരേരസിനെ കൂടി അവർ എത്തിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഈയിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡയാരിയോ എസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് അൽവാരോ കരേരസിനെ സ്റ്റാർട്ടർ ആയിക്കൊണ്ടാണ് ഇപ്പോൾ ക്ലബ്ബ് എത്തിച്ചിട്ടുള്ളത്. അതായത് സാബി അലോൺസോക്ക് കീഴിൽ അദ്ദേഹത്തിന് ആദ്യ 11-ൽ സ്ഥാനം ഉറപ്പാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കരേരസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന മറ്റു 2 താരങ്ങളിൽ ഒരാൾക്ക് റയൽ വിടേണ്ടി വരുമെന്നും ഇപ്പോൾ ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രാൻ ഗാർഷ്യ, ഫെർലാൻഡ് മെൻഡി എന്നിവരാണ് റയലിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഉള്ളത്. ഈ 2 താരങ്ങളിൽ ഒരാൾക്ക് ക്ലബ്ബ് വിടേണ്ടി വരും എന്ന് പറയുമ്പോൾ മിക്കവാറും അത് ഫെർലാൻഡ് മെൻഡി തന്നെയായിരിക്കും എന്ന കാര്യം കൂടി ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സാബിക്ക് കീഴിൽ ഫ്രാൻ ഗാർഷ്യ തന്റെ പ്രകടന മികവ് വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻ തുടരാനാണ് സാധ്യത. ഫെർലാൻഡ് മെൻഡി ഒരു ഇഞ്ചുറി പ്രോൺ താരമാണ്, പലപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. 14 മില്യൺ യൂറോ ലഭിച്ചു കഴിഞ്ഞാൽ മെൻഡിയെ കൈവിടാൻ റയൽ മാഡ്രിഡ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഡയാരിയോ എസ് പറയുന്നത്. ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മെൻഡി പുറത്ത് പോകേണ്ടി വന്നേക്കും. ഫ്രാൻ ഗാർഷ്യ ബാക്കപ്പ് ആയിക്കൊണ്ട് അവിടെ ഉണ്ടാകും. കരേരസ് അവിടെ സ്റ്റാർട്ടർ ആയിക്കൊണ്ടായിരിക്കും ക്ലബിനകത്ത് ഉണ്ടാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.